ഹായ് ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു ഫെനിക്സ് ലാബ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫ്രം സ്ക്രാച്ച് ടു അഡ്വാൻസ് ലെവലിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞൊരു ടൂള് പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഒരു ലേണിംഗ് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ, അതായത് മൾട്ടിപ്പിൾ പ്രൊജക്റ്റ്സ് ചെയ്തുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിലെ ഈച്ച് ആൻഡ് എവറി ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഒരു അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് എന്താണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്നും, അതായത് എന്തിനാണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്നും, ആർക്കൊക്കെയാണ് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നും. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് നോക്കാം. മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു സിംഗിൾ ഓൾ ഇൻ വൺ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ ടൂൾ വെച്ചിട്ട് നമുക്ക് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ ഡാറ്റ അനാലിസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ് ആയിക്കോട്ടെ, ഡാറ്റ എൻജിനീയറിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഈ ഒരു സിംഗിൾ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതാണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഓൾ ഇൻ വൺ സിംഗിൾ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. ഓക്കെ, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഡാറ്റ ഇതിലേക്ക് ബ്രിങ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡാറ്റ ക്ലീൻ ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും പറ്റും. ആ ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസൈറ്റ്സ് കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഡാറ്റ അനലൈസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പവർ ബി ഐ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിപ്പോർട്ട്സ് കാര്യങ്ങൾ മേക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈവൻ നമുക്ക് റിയൽ ടൈം ഡാറ്റ വെച്ചിട്ടടക്കം ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അതായത് ഡാറ്റ എൻജിനീയറിങ്, ഡാറ്റ ഫാക്ടറി, ഡാറ്റ സയൻസ്, റിയൽ ടൈം ഇൻ്റലിജൻസ്, ഡാറ്റ വെയർ ഹൗസ്, അങ്ങനെ ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഫീച്ചേഴ്സൊക്കെ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് എന്തിനാണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്ന് നോക്കുകയാണെങ്കിൽ, ഇത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഞാനൊരു ഡാറ്റ അനലിസ്റ്റാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഡാറ്റ ക്ലീൻ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചർ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചെയ്യേണ്ടി വരും. അതെല്ലാം ഞാൻ ഡിഫറെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഇപ്പോൾ ഡാറ്റ ക്ലീനിങ് കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ പൈത്തൺ വെച്ചിട്ടാണ് ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ നിന്ന് ഡാറ്റാസ് കാര്യങ്ങൾ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ആ ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ പവർ ബിയിൽ പോയിട്ട് ബാക്കിയുള്ള ഡാക്സ് ഫങ്ഷൻസ് കാര്യങ്ങൾ ചെയ്യുക, ഡാറ്റ മോഡലിങ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പിന്നെ വിഷ്വലൈസേഷനിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡാറ്റ അനാലിസിസിൻ്റെ കേസിൽ നമ്മൾ ഡാറ്റ അനാലിസിസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഡാറ്റ എൻജിനീയറിങ്ങിലായാലും അതേപോലെ തന്നെ അതായത് മോഡൽസിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യത്തിലായാലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൈക്രോസോഫ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് എന്ന് പറഞ്ഞൊരു ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഈ ടൂളിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ടു ഇൻ്റഗ്രേറ്റ്, ട്രാൻസ്ഫോം, സ്റ്റോർ ഡാറ്റ, ട്രെയിൻ AI മോഡൽസ് ആൻഡ് ക്രിയേറ്റ് റിപ്പോർട്ട്സ് ദാറ്റ് മേക്ക് ലേണിംഗ് ആൻഡ് ബിൽഡിംഗ് ഫാസ്റ്റർ, എസ്പെഷ്യലി ഫോർ റിയൽ പ്രൊജക്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഡാറ്റ അനലിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു BI ഡെവലപ്പർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാ കമ്പനീസും സ്റ്റാർട്ടപ്പ്സും യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ വൺ ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും യൂസ് ചെയ്യുന്നത് എന്താണ്, മൈക്രോസോഫ്റ്റ് ഫാബ്രിക്കാണ്. അപ്പോൾ ഇപ്പോൾ എസ്പയറിങ് ഡാറ്റ അനലിസ്റ്റ് ആയിക്കോട്ടെ, ബിസിനസ് അനലിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാറ്റ എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഈ ടൂള് പഠിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഒരു കമ്പനിയിലേക്ക് പ്ലേസ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഈ ടൂളുമായിട്ടായിരിക്കും മുമ്പോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ ഈ ടൂള് പഠിച്ച് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ
വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഇനി നമുക്ക് ആരൊക്കെയാണ് ഈ ഫാബ്രിക് യൂസ് ചെയ്യാൻ നോക്കാം. അതായത് ഹൂ യൂസ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക്. അപ്പോൾ മെയിനായിട്ട് ഈ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് യൂസ് ചെയ്യുക ഡാറ്റ എൻജിനീയേഴ്സ്, ഡാറ്റ സയൻറ്റിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, ബിസിനസ് അനലിസ്റ്റ്, അതേപോലെ തന്നെ റിപ്പോർട്ട് ഡെവലപ്പേഴ്സ്, BI ഡെവലപ്പേഴ്സ്, കണ്ട എല്ലാ ജോബ് റോൾസിലും മൈക്രോസോഫ്റ്റ് ഫാബ്രിക് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു ഡാറ്റ അനലിസ്റ്റിനെ എടുക്കാം. ഒരു ഡാറ്റ അനലിസ്റ്റായിട്ട് ഒരാളൊരു ജോബിന് കയറി കഴിഞ്ഞാൽ അയാൾ എന്തിനാണ് ഫാബ്രിക് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിനുള്ള ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ വെച്ച് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു നെസ്റ്റോ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. അവർക്ക് ഇഷ്ടംപോലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ദുബായിലുണ്ട്, അതേപോലെ തന്നെ ബഹ്റൈനിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇഷ്ടംപോലെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഔട്ട്ലെറ്റ്സിലുള്ള എല്ലാം സെയിൽസിൻ്റെ ഡാറ്റാസും, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസും, അതേപോലെ തന്നെ വെയർ ഹൗസിൻ്റെ ഡാറ്റാസും, എല്ലാ ഡാറ്റാസും ഒരു സ്ഥലത്തേക്ക് വരണം. ഓക്കെ, ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ഇവരെന്ത് ചെയ്യുക, ഓരോ ഔട്ട്ലെറ്റ്സിലേക്കുള്ള അവിടുത്തെ സെയിൽസ് പേഴ്സൺസ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, ഇവരൊക്കെ അവിടെ നിന്നാണ് ഡാറ്റ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് ഇത്രയും ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസിഷൻസ് മേക്ക് ചെയ്യണം. ഇപ്പോൾ വലിയ വലിയ ഓർഗനൈസേഷൻസ് എല്ലാം മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ആണ് എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ അവരുടെ എംപ്ലോയീസിനും എല്ലാവർക്കും ഒറ്റ പ്ലാറ്റ്ഫോമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അനാലിസിസ് ആയിക്കോട്ടെ, ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീനിങ്, പ്രോസസ്സിങ് കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഫാബ്രിക്കിൻ്റെ ഉള്ളിൽ പവർ BI യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷ്വലൈസേഷൻസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു വലിയൊരു ഓർഗനൈസേഷനിൽ ഡാറ്റ അനലിസ്റ്റോ അല്ലെങ്കിൽ BI ഡെവലപ്പേഴ്സോ ആയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും ഈ ഫാബ്രിക് എന്ന് പറഞ്ഞ ടൂളാണ് മോസ്റ്റ് ഓഫ് ദ എല്ലാ കമ്പനീസും ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, മുന്നോട്ട് പോയി ഇൻട്രാക്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഫാബ്രിക്കിൻ്റെ ഒരു ഓവറോൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, മൈക്രോസോഫ്റ്റ് ഫാബ്രിക് ഈസ് എ മൈക്രോസോഫ്റ്റ്സ് ഓൾ ഇൻ വൺ പ്ലാറ്റ്ഫോം ഫോർ ഡാറ്റ ആൻഡ് അനലിറ്റിക്സ്. ഇറ്റ് ഹെൽപ്സ് ടീംസ് ബ്രിങ് ഡാറ്റ ടുഗെദർ, പ്രോസസ് ഇറ്റ്, അനലൈസ് ഇറ്റ് ആൻഡ് ബിൽഡ് റിപ്പോർട്ട് ഓർ AI സൊല്യൂഷൻസ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഫാബ്രിക് എന്തിനാണ് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് മൈക്രോസോഫ്റ്റ് ഫാബ്രിക്, ആരെല്ലാം ഇത് യൂസ് ചെയ്യുക, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മളൊരു റിയൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഫാബ്രിക്കിൻ്റെ ഉള്ളിലുള്ള ഈച്ച് ആൻഡ് എവരി ഫീച്ചേഴ്സ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ഇപ്പോൾ ഒരു ഡാറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് അനലിസ്റ്റ് ജോബ് റോൾ ഫോക്കസ് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.